ഇവിടെ സംശയം ഭാഷ്യരചനയിൽ ഓരോ മന്ത്രത്തിൻ്റെ അഥവാ ഓരോ ശ്ലോകത്തിൻ്റെ അതുമല്ലെങ്കിൽ ഓരോ സൂത്രത്തിൻ്റെ മൂന്നാണുള്ളത്. മന്ത്രങ്ങൾ ഉപനിഷത്തുക്കളിൽ, ശ്ലോകങ്ങൾ ഭഗവത്ഗീതയിൽ, സൂത്രങ്ങൾ ബ്രഹ്മസൂത്രങ്ങളിൽ. അവിടെ പദാർത്ഥ വാക്യാർത്ഥ ന്യായം ആ ക്രമത്തിലാണ് വ്യാഖ്യാനം പോകുന്നത്. പദാർത്ഥം പറയും, എന്നിട്ട് മൊത്തം വാക്യാർത്ഥം എടുക്കും, എന്നിട്ട് അതിനെ സമർത്ഥിക്കാനുള്ള ന്യായം പറയും. ഇങ്ങനെയാണ് ഭാഷ്യങ്ങളുടെ ശൈലി. പദാർത്ഥ വാക്യാർത്ഥ ന്യായം. അപ്പം അതിൽ സാമാന്യമായി തത്വപ്രതിപാദകങ്ങളായ എല്ലാത്തിലും തന്നെ ഭാഷ്യകാരൻ ധാത്വർത്ഥം ഏറ്റവും യോജിച്ചതാണ് എടുക്കുക. ചില സ്ഥലത്ത് മാത്രം ഒന്നിലധികം ധാത്വർത്ഥം പറയും. സാമാന്യമായിട്ട് ഏറ്റവും യോജിച്ച ധാത്വർത്ഥം പറയും. എന്നിട്ട് അത് വിശദീകരിക്കും. വളരെ വിശദമായിട്ട്. ആ വിശദീകരിക്കുന്നത് ശ്രുതിയുടെയും സ്മൃതിയുടെയും ന്യായത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും. അതിനൊക്കെ സ്വന്തം അനുഭവത്തിൻ്റെ ദൃഢത കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് സാമാന്യമായിട്ട്. ചില സ്ഥലങ്ങളിൽ മന്ത്രങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധമില്ലാത്ത സ്ഥിതി ഉണ്ടാവും. ഇവിടെ മന്ത്രങ്ങൾ തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ മന്ത്രങ്ങൾ തമ്മിൽ പരസ്പര ബന്ധം ഉണ്ടാവില്ല. ഉദാഹരണം കഠോപനിഷത്തിൻ്റെ ആരംഭം. അപ്പം അവിടെ ഭാഷ്യകാരൻ ആ രണ്ട് മന്ത്രങ്ങളെ ചേർക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞ് എഴുതും. അതൊരു കഥാകഥനം, അത്രയേ ഉള്ളൂ. തത്വപ്രതിപാദനത്തിൽ അങ്ങനെ ആവശ്യം വരുന്നില്ല. ഇപ്പം ചെറിയ ഉദാഹരണത്തിന് ഉഷൻഹ വൈ വാജശ്രവസ സർവവേദസംദദൗ തസ്യഹ നചികേത നാമ പുത്ര ആസ എന്നൊരു മന്ത്രം. ഇതാണ് ഒന്നാമത്തെ മന്ത്രം എന്ന് വെച്ചോളൂ. അവിടെ വാക്കിൻ്റെ അർത്ഥം ലളിതമാണ്. ആഗ്രഹിക്കുന്നവനായ വാജശ്രവസ തനിക്കറിയുന്ന സകലവും ദാനം ചെയ്യാൻ പുറപ്പെട്ടു. അവന് നചികേതസ് എന്ന് പേരുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. തംഹ കുമാരം സന്തം ദക്ഷിണാസു നീയമാനാസു ശ്രദ്ധാവിവേശ സോമന്യത. ആ കുമാരനെ ദക്ഷിണകൾ നയിക്കപ്പെടുമ്പോൾ ശ്രദ്ധ പ്രവേശിച്ചു. അവൻ വിചാരിച്ചു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഭാഷ്യകാരൻ എന്ത് ചോദിച്ചാൽ ഈ ഒന്നാമത്തെ മന്ത്രവും രണ്ടാമത്തെ മന്ത്രവും തമ്മിൽ ബന്ധിപ്പിക്കും. അങ്ങനെ യാഗം നടത്തിയ സമയത്ത് വാജശ്രവസഹ യാഗം നടത്തിയ സമയത്ത് തൻ്റെ എല്ലാം ദാനം ചെയ്യണം. അങ്ങനെ ദാനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്നിനും കൊള്ളാത്ത പശുക്കളെയാണ് ദാനം ചെയ്തത്. അത് നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് മകൻ. ആ മകൻ വിചാരിച്ചു അവനിലേക്ക് അങ്ങനെ ഘടിപ്പിക്കും. അല്ലാത്ത പക്ഷം പരസ്പര ബന്ധമില്ലാത്തതുപോലെ മന്ത്രങ്ങൾ വേറിട്ട് നിൽക്കും. അത് കഥാസന്ദർഭം ഒരുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അല്ലാത്തിടത്തൊക്കെ ഭാഷ്യകാരൻ പദത്തിന് ഏറ്റവും യോജിക്കുന്ന അർത്ഥമാണ് പറയുക. ഒന്ന്. രണ്ട്, എന്നിട്ട് അതിനെ വിശദീകരിക്കും. ആ വിശദീകരണത്തിൽ താൻ നൽകിയ വിശദീകരണത്തിന് വരാവുന്ന എതിർപ്പുകളെ, ഖണ്ഡനങ്ങളെ നിരത്തും. ആ ഖണ്ഡനങ്ങൾ ഒന്നുകിൽ ശങ്കയാവാം, അല്ലെങ്കിൽ പൂർവപക്ഷാവാം. എന്നിട്ട് അവയ്ക്ക് സമാധാനം പറയും. അങ്ങനെ സമാധാനം പറയുമ്പോൾ അതിന് വരാവുന്ന എതിർപ്പുകളെ പറഞ്ഞ് വീണ്ടും അതിന് സമാധാനം പറയും. അങ്ങനെ 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 പോകും. അതിനൊക്കെ ആസ്പദം
ശ്രുതി സ്മൃതി സ്വാനുഭവം. ശ്രുതിക്കോ സ്മൃതിക്കും വിരുദ്ധമായ ഒരു അക്ഷരം പോലും ഭാഷ്യകാരൻ പറഞ്ഞിട്ടില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു കണ്ടാൽ അത് ഭാഷ്യകാരൻ്റെതല്ലെന്നും പ്രക്ഷിപ്താണെന്നും മനസ്സിലായിക്കൊള്ളണം. അതുകൊണ്ടാണ് നേരത്തെ നമ്മളിവിടെ ചർച്ചയിൽ കേ തേ എന്ന പദം അത് പ്രക്ഷിപ്തമാവാനേ തരമുള്ളൂ എന്ന് പറഞ്ഞത്. മാം ഹി പാർത്ഥവ്യപാശ്രിത്യ ഏപി സ്യു പാപയോനയ സ്ത്രീയോ വൈശ്യാസ്തഥാ ശൂദ്ര തേപി യാന്തി പരാം ഗതിം കിം പുനർബ്രാഹ്മണാ പുണ്യാഹ ഭക്ത രാജർഷയസ്തഥാ എന്നുള്ളിടത്ത് പാപയോനികൾ ആര് എന്ന് ചോദിക്കുന്ന വാക്യം കേ തേ എന്നതൊരിക്കലും ശങ്കരാചാര്യസ്വാമികൾ എഴുതില്ല. അത് പ്രക്ഷിപ്തമാവാനേ തരമുള്ളൂ എന്ന് നമ്മൾ അഭിപ്രായം പറഞ്ഞത്. അത് അഭിപ്രായമാണ്, നിഗമനമൊന്നുമല്ല. സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, തള്ളേണ്ടവർക്ക് തള്ളാം. ശരി. അപ്പോൾ ബ്രഹ്മം ദേവന്മാർക്കായിക്കൊണ്ട് വിജയിച്ചു, ആ ദേവന്മാർ മഹിമയെ പ്രാപിച്ചു. ഇതാണ് ഒന്നാമത്തെ മന്ത്രം. തൈക്ഷന്ത് തേ ഐക്ഷന്ത്, അവർ വിചാരിച്ചു, അവരീക്ഷണം ചെയ്തു, അവർ വിചാരിച്ചു. എന്താ വിചാരിച്ചത്? അസ്മാകമേവായം വിജയ, ഈ വിജയം നമ്മുടേതാണ്, നമ്മുടേത് തന്നെയാണ്. അസ്മാകമേവായം മഹിമ, നമ്മുടേത് തന്നെയാണ് ഈ മഹിമ ഇതി എന്നവർ വിചാരിച്ചു. കാരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യവിശേഷം, ആ ചൈതന്യവിശേഷത്താൽ പ്രവർത്തിതമാകുന്ന കരണം വിചാരിക്കുകയാണ് ഇതെൻ്റെ പരിപാടിയാണ്, എൻ്റെ വിജയമാണ്, എൻ്റെ മഹിമയാണെന്ന്. അതുപോലെ അത്രയേ ഉള്ളൂ. അങ്ങനെ നമുക്കൊക്കെ തോന്നിപ്പോയെന്ന് വരും. അല്ലേ? ദേവനൊരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ പൂവൻകോഴി നിശ്ചയിച്ച് നാട് വിട്ടു. നാട് വിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ വീട്ടുടമസ്ഥനെ വീണ്ടും കാണാനിടയായി. എന്താ അവിടുത്തെ സ്ഥിതിയൊക്കെ എന്താ? അവിടെ എന്ത് സ്ഥിതി ഉണ്ടാവുന്ന? ഒക്കെ സാധാരണ പോലെയൊക്കെ തന്നെയാണോ? അതെ. സൂര്യൻ ഉദിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. ഓ, അപ്പോഴാണ് മനസ്സിലായത്. മൂപ്പർ അതുവരെ വിചാരിച്ചത് ഇയാൾ കൂവിയിട്ടാണ് സൂര്യൻ ഉദിക്കണമെന്ന്. അപ്പം നാട്ടുകാരൊരു പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് മൂപ്പർ ആ നാട് വിട്ടത്. അതെ, കാരണം കോഴി കൂവിയിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത്. എന്നാൽ ഞാൻ കൂവിയില്ലെങ്കിലൊന്ന് കാണാലോ എന്നാ അങ്ങനെ നാട് വിട്ടത്. അത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ തോന്നും ചിലപ്പോൾ. ഇത് ഉപനിഷത്തിൽ പ്രസിദ്ധമാണ്. ഉപനിഷത്തിൽ ഞാനാണ് കേമൻ, ഞാനാണ് കേമൻ എന്ന് പറഞ്ഞിട്ട് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് ഇവരൊക്കെ കൂടി തർക്കത്തിലേർപ്പെടും. അപ്പോൾ തർക്കത്തിലേർപ്പെട്ട് വളരെയധികം തർക്കം മൂത്ത് അടിയുടെ വക്കിലെത്തി. അപ്പോൾ എന്നാ ഒന്ന് കാണിച്ചു തരാം എന്നുകൊണ്ട് കണ്ണ് സ്ഥലം വിട്ടു. കണ്ണ് സ്ഥലം വിട്ട് 5-6 മാസം പുറമെ താമസിച്ചു. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ സ്ഥിതി? എന്തുണ്ടാകാനാ? ഒരു സ്ഥിതിയുമില്ല, ഒരു കുഴപ്പമില്ല. മൂക്ക് സ്ഥലം വിട്ടു. മൂക്ക് തിരിച്ചു വന്നു. മൂക്ക് എന്താ സ്ഥിതി? ഒന്നുമില്ല. എന്തൊരു സ്ഥിതി ഉണ്ടാകും? സാധാരണ പോലെ ജീവിച്ചു. കണ്ണ് കാണാത്തവർ ജീവിക്കണില്ലേ? മണക്കാൻ കഴിവില്ലാത്തവർ ജീവിക്കണില്ലേ? ചെവി കേൾക്കാത്തവർ ജീവിക്കുന്നില്ലേ ലോകത്തിൽ? അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ മനസ്സിലാക്കി നമ്മളാരും അല്ല കേമന്മാർ, വേറൊരു കേമനുണ്ട് എന്ന് മനസ്സിലാക്കി. അതാണ് ഉപനിഷത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ഒരു ഇന്ദ്രിയ കലഹം. വേറൊരു ഇന്ദ്രിയ കലഹമുണ്ട്. ആ ഇന്ദ്രിയ കലഹം പ്രശ്നോപനിഷത്തിലൊക്കെ പ്രസിദ്ധമാണ്. അത് ഇതുപോലെ കലഹമുണ്ടായി. അല്ലാതെ കലഹം മൂത്തപ്പോൾ പ്രാണൻ പറഞ്ഞു, നിങ്ങൾ വെറുതെ അഭിമാനിക്കല്ലോ, നിങ്ങളൊന്നും അല്ല ഇതിനെ നിലനിർത്തുന്നത്, ഞാനാണ്. അപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല, അവരാരും അത് ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ ആരൊക്കെ എന്തൊക്കെ പറയും എന്ന് വിചാരിച്ചു. അപ്പോൾ പ്രാണൻ ഉത്ക്രമിക്കുന്നത് പോലെ കാണിച്ചു. ഉത്ക്രമിക്കേണ്ടത് പോലെ കാണിച്ചപ്പോഴോ ഇവർക്ക് ആർക്കും ഇരിക്കാൻ വയ്യ. ഏതുപോലെ? തേനീച്ചകളുടെ രാജ്ഞി ഉത്ക്രമിക്കുമ്പോൾ എല്ലാ തേനീച്ചകളും അതിനെ പിൻപറ്റുന്നത് പോലെ തേനീച്ച റാണി തിരിഞ്ഞിരിക്കുമ്പോൾ എല്ലാവരും തിരിഞ്ഞിരിക്കുന്നത് പോലെ
പ്രാണൻ ഇതിൽ നിന്ന് വിട്ടപ്പോൾ പിന്നെ ആർക്കും ഇരിക്കാൻ വയ്യ. അപ്പോൾ അവർ സ്തുതിക്കുകയാണ്, നീയാണെല്ലാം, നീയാണ് ബ്രഹ്മാവ്, നീയാണ് വിഷ്ണു, നീയാണ് ശിവൻ എന്നൊക്കെ പറഞ്ഞിട്ട് നീയാണെല്ലാം, ഇന്ദ്രൻ നീയാണ്, ചന്ദ്രൻ നീയാണ്, സൂര്യൻ നീയാണ് എന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് സംഭവം, വേറൊന്നുമല്ല. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരും നമ്മളുടെയാണ് വിജയം എന്ന് അവർ മനസ്സിലാക്കി നമ്മളെല്ലാം ചൈതന്യവത്താക്കി പ്രവർത്തിപ്പിക്കുന്ന ബ്രഹ്മമാണ് എന്നുള്ളത് മറന്നുപോയി. അതാണ് തദ്ധൈഷാം വിജജ്ഞൗ, തദ് ഹ ഏഷാം വിജജ്ഞൗ, എവരുടെ അതിനെ മനസ്സിലാക്കി. എവരുടെ അതിനെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ദേവന്മാരുടെ മിഥ്യാഭിമാനത്തെ ബ്രഹ്മം മനസ്സിലാക്കി. അത് കൊള്ളൂലല്ലോ, ഒരു പാഠം പഠിപ്പിക്കണമല്ലോ എന്ന് നിശ്ചയിച്ചിട്ട് എന്ത് ചെയ്തു? തേഭ്യഃ പ്രാദുർബഭൂവ, അവരുടെ മുമ്പാകെ പ്രാദുർഭവിച്ചു. പ്രത്യക്ഷമായി, ഏതോ ഒരു അത്ഭുതകരമായ രൂപത്തിലാവും. തത് ന വ്യജാനത കിമിതം യക്ഷമിതി, ആ യക്ഷം എന്താണെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഇതാണ് രണ്ടാമത്തെ മന്ത്രം. യക്ഷം എന്ന് പറഞ്ഞാൽ പൂജ്യം, പൂജിക്കപ്പെടേണ്ടതാണ് യക്ഷം. യക്ഷഃ, യക്ഷീ എന്നൊക്കെ പറയാറുണ്ട്. പൂജിക്കപ്പെടേണ്ടത് യക്ഷം. യക്ഷഃ എന്ന് പറഞ്ഞാൽ പൂജിക്കപ്പെടേണ്ടവൻ, യക്ഷി എന്ന് പറഞ്ഞാൽ പൂജിക്കപ്പെടേണ്ടവൾ. അത് സിനിമയാകുമ്പോഴത്തേക്ക് വേറെ വെള്ളസാരി പേടിപ്പിക്കുക ഒന്നുമില്ല, പൂജിക്കപ്പെടേണ്ടവളാണ് യക്ഷി. യക്ഷിയമ്മയ്ക്ക് ക്ഷേത്രങ്ങൾ, കാവുകളൊക്കെ ഉണ്ട്, ഇല്ല? കാവുകളുണ്ട്. യക്ഷിയമ്മയെ പൂജിക്കുക വേണ്ടത്, പൂജ്യയാണ്. അത് സിനിമക്കാരാണ്, നാടകത്തിലാണ് ആദ്യം തുടങ്ങിയത്, പിന്നെയാണ് അത് സിനിമയിലായത്. ഒടിയനോ? അത് നമുക്ക് ചർച്ചയിലാക്കാം, അപ്പോൾ വേണ്ട. ഇപ്പോൾ ഉപനിഷത്തിൽ ഒടിയൻ വേണ്ട, ചർച്ചയ്ക്ക് ശേഷം വരട്ടെ ഒടിയൻ. അപ്പോൾ ഇതെന്ത് യക്ഷമാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഇതെന്ത് പൂജ്യമാണെന്ന് അവർക്ക് മനസ്സിലായില്ല. യജ് ദേവപൂജാവിധി സംഗതികരണദാനേഷു എന്നുള്ള ധാതുവിൽ ക്ഷ പ്രത്യയം വന്നാലാണ് യക്ഷ എന്നുള്ള ശബ്ദം ഉണ്ടാവുക. അതിൽ സ്ത്രീ സൂചകമായി ഈ വരുമ്പോൾ യക്ഷീ എന്നാവും. ഐക്ഷന്ത ഇതി മിഥ്യാപ്രത്യയത്വാത് ഹേയത്വഖ്യാപനാർത്ഥമാംനായഃ ഈശ്വരനിമിത്തേ വിജയേ സ്വസാമർഥ്യനിമിത്തഃ അസ്മാകമേവായം വിജയഃ അസ്മാകമേവായം മഹിമ ഇതി ആത്മനഃ ജയാദിശ്രയോ നിമിത്തം സർവാത്മാനം ആത്മസ്ഥം സർവകല്യാണാസ്പദം ഈശ്വരം ഏവ ആത്മത്വേന അബുദ്ധ്വാ പിണ്ഡമാത്രാഭിമാനാः സന്തः യം മിഥ്യാപ്രത്യയം ചക്രുഹു തസ്യ പിണ്ഡമാത്രവിഷയത്വേന മിഥ്യാപ്രത്യയത്വാത് സർവാത്മേശ്വര യാഥാത്മ്യ അവബോധേന ഹാതവ്യതാഖ്യാപനാർത്ഥഃ തത് ഹൈഷാം ഇത്യാദി ആഖ്യായികാംനായഃ തദ്ബ്രഹ്മ കില യേഷാം ദേവാനാം അഭിപ്രായം മിഥ്യാഹങ്കാരരൂപം വിജജ്ഞൗ വിജ്ഞാതവത് ജ്ഞാത്വാ ച മിഥ്യാഭിമാന ശാദനേന തദനുജിഗൃക്ഷയ ദേവേഭ്യഃ അർത്ഥായ തേഷാമേവ ഇന്ദ്രിയഗോചരേ നാദിദൂരേ പ്രാദുർബഭൂവ മഹേശ്വരശക്തി മായോപാത്തേന അത്യന്തദ്ഭുതേന പ്രാദുർഭൂതം കില കേനചിത് രൂപവിശേഷേണ തത് കില ഉപലഭമാനാः അപി ദേവാः ന വ്യജാനത ന വിജ്ഞാതവന്തः കിമിദം യദേതദ്യക്ഷം പൂജ്യം ഇതി.
ത ഐക്ഷന്ത് ഇത് മിഥ്യാപ്രത്യയത്വാത് ഹേയത്വഖ്യാപനാർത്ഥം ആമ്നായഃ ഈശ്വരനിമിത്തേ വിജയേ സ്വസാമർഥ്യനിമിത്തഃ അസ്മാകമേവായം വിജയഃ അസ്മാകമേവായം മഹിമ ഇതി ആത്മനഃ ജയാദി ശ്രേയോ നിമിത്തം സർവാത്മാനം ആത്മസ്ഥം സർവകല്യാണാസ്പദം ഈശ്വരം ഏവ ആത്മത്വേന അബുദ്ധ്വാ പിണ്ഡമാത്രാഭിമാനാഃ സന്തഃ യം മിഥ്യാപ്രത്യയം ചക്രുഃ തസ്യ പിണ്ഡമാത്രവിഷയത്വേന മിഥ്യാപ്രത്യയത്വാത് സർവാത്മേശ്വരയാഥാത്മ്യാവബോധേന ഹാതവ്യതാഖ്യാപനാർത്ഥഃ തദ് ഹ ഏഷാം ഇത്യാദി ആഖ്യായികാമ്നായഃ തദ് ബ്രഹ്മ ഹ കില ഏഷാം ദേവാനാം അഭിപ്രായം മിഥ്യാഹങ്കാരരൂപം വിജജ്ഞൗ വിജ്ഞാതവത് ജ്ഞാത്വാ ച മിഥ്യാഭിമാനശാദനേന തദനുജിഗൃക്ഷയാ ദേവേഭ്യഃ അർത്ഥായ തേഷാം ഏവ ഇന്ദ്രിയഗോചരേ നാതിദൂരേ പ്രാദുർബഭൂവ മഹേശ്വരശക്തിമായോപാത്തേന അത്യന്ത അദ്ഭുതേന പ്രാദുർഭൂതം കില കേനചിത് രൂപവിശേഷേണ തത്കില ഉപലഭമാനാഃ അപി ദേവാഃ ന വ്യജാനത ന വിജ്ഞാതവന്തഃ കിം ഇദം യദേതദ് യക്ഷം പൂജ്യം ഇതി. അപ്പോൾ ത ഐക്ഷന്ത എന്ന് തുടങ്ങുന്ന ഭാഗം, എന്ന് തുടങ്ങുന്ന മന്ത്രം, ആ മന്ത്രത്തിൽ തുടങ്ങുന്ന ഭാഗം എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഈ ദേവന്മാരുടെ മിഥ്യാപ്രത്യയമാണ് നിങ്ങൾക്കുള്ളത്, അതുകൊണ്ടത് ഹേയമാണ്, ഉപേക്ഷിക്കേണ്ടതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആമ്നായം, ഈ വേദഭാഗം. മിഥ്യാപ്രത്യയം ഉപേക്ഷിക്കണം ജനങ്ങൾ. മിഥ്യാപ്രത്യയം ഉപേക്ഷിച്ചാൽ മാത്രമേ സത്യത്തെ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ കണ്ണ് വിചാരിക്കുകയാണ് ഞാനാ കാണുന്നതെന്ന് വിചാരിച്ചാൽ എന്താവും? കണ്ണ്